കർണാടകയിൽ ന്യൂനപക്ഷ വിഭാഗത്തിനുള്ള സംവരണത്തിൽ ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ പരാമർശത്തിൽ രാജ്യസഭയിൽ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വിഷയം ഉന്നയിച്ച് പ്രതിഷേധവുമായി ഭരണപക്ഷാംഗങ്ങൾ രംഗത്തെത്തി. ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തി കോൺഗ്രസ് ഭരണഘടനയുടെ അന്തസ്സ് താഴ്ത്തിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. കർണാടക ഉപമുഖ്യമന്ത്രി തൽസ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. Senior leader of the Congress party, very responsible Congress leader, who is holding a constitutional post, has made a statement that they are going to change the constitution of India to provide reservation in contract votes to a Muslim community. If it was a statement made by any ordinary person, then we can understand, we can reply outside. But since the statement has come from a person who is holding a constitutional position, and in a very clear term he has stated that Congress party will provide reservation to Muslim community, and for that they will change the constitution of India. ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവെച്ചു. എന്നാൽ സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ വിഷയത്തിൽ വിശദീകരണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രംഗത്തെത്തി. ന്യൂനപക്ഷ വിഭാഗത്തിന് സംവരണം നൽകുന്നതിനായി ഭരണഘടനയിൽ മാറ്റം വരുത്തണമെന്ന രീതിയിൽ കർണാടകയിലെ തന്റെ പാർട്ടി അംഗങ്ങൾ ആരും പരാമർശം നടത്തിയിട്ടില്ലെന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. इनको कहा देश का संविधान बदलने वाले हैं। देश का संविधान जो डॉक्टर बाबा साहब अम्बेडकर ने बनाया वो कोई बदल नहीं सकता। रिजर्वेशन भी कोई खत्म नहीं कर सकता। और उसकी रक्षा के लिए हम कन्याकुमारी से कश्मीर तक हमने पूरा भारत जोड़ो यात्रा की। ये भारत तोड़ो। കോൺഗ്രസ് അധ്യക്ഷന്റെ പരാമർശം വീണ്ടും ഭരണപക്ഷാംഗങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. ഈ നീക്കത്തിലൂടെ കോൺഗ്രസ് ഭരണഘടനയെ ദുർബലപ്പെടുത്തിയെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയും ആരോപിച്ചു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ രാജ്യത്ത് മതാധിഷ്ഠിത സംവരണത്തിനെതിരായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണപ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് സഭാ നടപടികൾ 15 മിനിറ്റ് നിർത്തിവെച്ചു. തുടർന്ന് സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ ഓയിൽ ഫീഡ്സ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഭേദഗതി ബില്ലിൽ ലോക്സഭ കൊണ്ടുവന്ന ഭേദഗതികൾ രാജ്യസഭയുടെ പരിഗണനയ്ക്കായി ഹർദീപ് സിംഗ് പുരി അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടെ ശബ്ദവോട്ടോടെ പ്രമേയം പാസാക്കി. വീണ്ടും ബഹളം തുടർന്നതിനാൽ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി ഉപാധ്യക്ഷൻ അറിയിച്ചു. ലോക്സഭയിലും ഡി.കെ. ശിവകുമാറിന്റെ പരാമർശമായിരുന്നു ചർച്ചാ വിഷയം. മതാധിഷ്ഠിത സംവരണം 1947 വന്നപ്പോൾ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആ വിഷയത്തെ തള്ളിപ്പറഞ്ഞതാണെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു.